4 വർഷങ്ങൾക്ക് മുൻപ് കാസർഗോഡ് ബട്ടത്തൂർ സ്വദേശിയായ ശൈലേഷ് CA പഠനത്തിനുള്ള തയ്യാറെടുപ്പുകളിലായിരുന്നു. പെട്ടെന്നൊരു ദിവസം പഠനം ഉപേക്ഷിച്ച ശൈലേഷ് കന്നുകാലി കച്ചവടത്തിന് ഇറങ്ങി. നാട്ടുകാരും കൂട്ടുകാരും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ഈ യുവാവ് കുലുങ്ങിയില്ല. ഇന്നിപ്പോൾ മലബാറിലെ ഒരു പ്രധാന കന്നുകാലി വ്യാപാരിയാണ് ഈ ചെറുപ്പക്കാരൻ. പണ്ടോട്ട് എന്നോടൊരു താല്പര്യം ഉണ്ടായിരുന്നു. വീട്ടിൽ ചെറുപ്പത്തിൽ ആടും ഈ പശുവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനോടുള്ളൊരു താല്പര്യം കൊണ്ട് വന്നതാണ്. രാവിലെ ഒരു ലോഡാണ് വന്നത്. അപ്പോൾ അതിലൊരു 10 എണ്ണം ബാക്കിയുണ്ട്. ബാക്കിയുള്ളപ്പോൾ നിങ്ങൾ വരുമ്പോൾ കണ്ടായിരുന്നു. നമുക്ക് കണ്ണൂർ, തലശ്ശേരി, വയനാട് നിന്നൊക്കെ കസ്റ്റമേഴ്സ് ഉണ്ട്. ദൂരപ്രദേശങ്ങളിൽ നിന്നും ഈ ചെറുപ്പക്കാരന്റെ ഫാം തേടി ആവശ്യക്കാർ എത്താറുണ്ട്. ഹരിയാനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന മുറ ഇനത്തിൽപ്പെട്ട പോത്തുകൾക്കാണ് ഇവിടെ ഡിമാൻഡ്. മംഗലാപുരം തൊട്ട് മലപ്പുറം വരെയുള്ള ഇദ്ദേഹത്തിന്റെ ഉപഭോക്താക്കളും ഈ സംരംഭത്തിന് പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട്. പോത്തും എരുമയും മാത്രമല്ല, നല്ല കോഴിയും താറാവും ഇവിടെയുണ്ട്. ഇന്നിപ്പോൾ ഇഷ്ടപ്പെട്ട തൊഴിൽ ചെയ്യുന്നതിന്റെ പരിപൂർണ തൃപ്തിയാണ് ശൈലേഷിന്റെ പുഞ്ചിരിയിൽ തെളിയുന്നത്. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്. സാരംഗ നമുക്കൊപ്പം ഉണ്ട്. സാരംഗ, നമുക്കറിയാം ഈ കാലിക്കച്ചവടക്കാരൊക്കെ പണ്ടൊക്കെ നാടുകളിലെ ഒരാളൊക്കെ ഒരു കാലം കൂടെയൊക്കെ ആയിട്ട് വന്ന് ഇത് കച്ചവടം അല്ലെങ്കിൽ പശു ഉണ്ടോ കൊടുക്കണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ നമ്മുടെ മനസ്സുകളിൽ തെളിയും. ഇപ്പോഴാണെങ്കിലും ഇപ്പോൾ മത്സ്യകൃഷിയിലേക്ക് പോകുന്ന ചെറുപ്പക്കാരുണ്ട്, കൃഷിയിലേക്ക് പോകുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ ഒരു കാലിക്കച്ചവടം അല്ലെങ്കിൽ ഫാം നടത്തുന്നവരുണ്ട്, അല്ലേ, പാൽ ഫാം ഒക്കെ നടത്തുന്നുണ്ട്. പക്ഷെ ഒരു കാലിക്കച്ചവടം എന്ന നിലയിലൊക്കെ അത് തീരുമാനമെടുക്കാൻ അതിലേക്ക് പോകാനുമൊക്കെ അപൂർവങ്ങളിൽ അപൂർവമായിരിക്കും ഇത്. എന്തായാലും പറയൂ, ഈ ശൈലേഷിന്റെ ഇങ്ങനെ ഒരു തീരുമാനത്തെക്കുറിച്ചും കിട്ടുന്ന പിന്തുണയെക്കുറിച്ചും ഒക്കെ. സാരംഗ്, സാധാരണ നമ്മുടെ നാട്ടിലെ പ്രത്യേകിച്ചും മലയാളി യുവാക്കളെന്നൊക്കെ തന്നെ നമ്മൾ പറയുന്ന സമയത്ത് നമ്മുടെയൊക്കെ തന്നെ പ്രധാനപ്പെട്ട ഒരു ആഗ്രഹമാണ് ഒരു വൈറ്റ് കോളർ ജോലി സമ്പാദിക്കുക, പിന്നീട് വരുമാനമൊക്കെ ആയിട്ട് സെറ്റിൽഡായി ജീവിക്കുക എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആളുകൾക്കിടയിലൊക്കെയാണ് ഇത്തരത്തിൽ ശൈലേഷ് ഏട്ടൻ വ്യത്യസ്തമായി മാറുന്നത്. സാധാരണ നമ്മൾക്കറിയാം CA എന്ന് പറയുന്ന അത്രയും ആളുകൾക്കിടയിലൊക്കെ തന്നെ ഏറെ പ്രൗഢമായിട്ടുള്ള ഒരു ജോലി, ആളുകൾക്കിടയിലൊക്കെ തന്നെ വലിയ ഒരു റെപ്യൂട്ടേഷനുള്ളൊരു ജോലി ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അതിനുള്ള പരിശീലനത്തിൻ്റെയും പഠനത്തിൻ്റെയും ഒക്കെ ഇടയിലാണ് അതൊക്കെ ഇട്ടെറിഞ്ഞുകൊണ്ട് തൻ്റെ കുട്ടിക്കാലത്തെ താൻ വന്ന വഴിയിലേക്ക് വീണ്ടും ശൈലേഷേട്ടൻ മടങ്ങിപ്പോകുന്നത്. ഇത്തരത്തിൽ നമ്മളൊക്കെ തന്നെ മലബാറിലെ യുദ്ധത്തെക്കുറിച്ചൊക്കെ പൊതുവെ പറയുന്ന സമയത്ത് പലപ്പോഴും ഒരു തവണയെങ്കിലും ഇത്തരത്തിൽ പെരുന്നാളിൻ്റെ സമയത്തെങ്കിലും ഇത്തരത്തിൽ കന്നുകാലിയുടെ ചെറിയ തോതിലുള്ള കച്ചവടം പോലും നടത്താത്ത യുവാക്കളൊക്കെ വളരെ ചുരുക്കമായിരിക്കും. എൻ്റെയൊക്കെ സുഹൃത്തുക്കൾക്ക് പലർക്കും ഇത്തരത്തിൽ പെരുന്നാളിൻ്റെ സമയത്തൊക്കെ തന്നെ ഇത്തരത്തിൽ കന്നുകാലി വളർത്തലും അതുപോലെ തന്നെ വിറ്റ് കാശാക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതങ്ങനെ ഒരു ചെറിയ രീതിയിലുള്ളൊരു കാര്യമല്ല, ഒരു ഫാമാണ് തുടങ്ങുന്നത്. ആദ്യം കാസർഗോഡ് പെരിയയിലാണ് ഇത്തരത്തിൽ വാടകയ്ക്ക് എടുത്ത സ്ഥലത്താണ് ശൈലേഷേട്ടൻ ഇത്തരത്തിൽ മറ്റുള്ള ആളുകളുടെ സഹായമൊന്നുമില്ല, ഒറ്റത്തടിയായിട്ടാണ് ഇത്തരത്തിലൊരു വ്യവസായം മുന്നോട്ടേക്ക് കൊണ്ടുപോയത്. വാടകയ്ക്കെടുത്ത സ്ഥലത്തൊരു ഫാം തുടങ്ങി, പിന്നീട് അവിടെ ചെറിയ തോതിലൊക്കെ തന്നെ കന്നുകാലികളെ കൊണ്ടുവന്നു, ഇറക്കുമതി ചെയ്തു. അത് പിന്നീട് ഇവിടെയുള്ള ചെറുകിട കച്ചവടക്കാർക്കും അതുപോലെ തന്നെ വ്യവസായികൾക്കും ഒക്കെ വിൽക്കുന്ന ഒരു ജോലി ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പുതിയ തൊഴിൽ മേഖല ഇവിടെ തുടങ്ങി വയ്ക്കുന്നത്. അതിനുശേഷം പിന്നീട് ഇടക്കാലത്ത് അവരുടെ സ്വന്തം സ്ഥലമായിട്ടുള്ള ഇത്തരത്തിൽ ബട്ടത്തൂരുള്ള അവരുടെ സ്വന്തം ഭൂമിയിലേക്ക് ഈ ഫാം മാറ്റി റീപ്ലേസ് ചെയ്തു. പിന്നെ അവിടെ വെച്ചാണ് ഇത്തരത്തിലുള്ള ബിസിനസ് നടക്കുന്നത്. നമ്മൾ തന്നെ അവിടെ ഷൂട്ടിനായി പോകുന്ന സമയത്ത് കാസർഗോഡിൻ്റെ മലയോര മേഖലകളിൽ നിന്നുള്ള ആളുകളെ നമ്മൾ അവിടെ നേരിട്ട് കണ്ടു. അവർ കന്നുകാലികളെ വാങ്ങാൻ വന്നതാണ്. അതുപോലെ തന്നെ തലശ്ശേരിയിൽ നിന്നും കോഴിക്കോട് നിന്നൊക്കെ ആളുകൾ എത്തുന്നുണ്ട്. ഹരിയാനയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്ന നല്ല ഇനത്തിലുള്ള മുറ ഇനത്തിൽപ്പെട്ട ശരി, എന്തായാലും സാരംഗ, ശൈലേഷിന്റെ ഈ സംരംഭം അത് കൂടുതൽ വിജയകരമായി തന്നെ മുന്നോട്ട് പോകട്ടെ.